കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടം മേഖലയിൽ പെയ്ത മഴ കനത്ത നാശം വിതച്ചിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ താഴ്വാരത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ അതിനും അപ്പുറം മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് ഈ മലകളുള്ള പ്രദേശത്ത് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കൃഷിക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ശൂലപ്പാറ മേഖലയിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇവിടെ വലിയ ഉരുൾപൊട്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഈ വലിയ അളവിലാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. ഏതാണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ആ പൊട്ടി വന്നിരിക്കുന്നതിന്റെ അറ്റം കാണാൻ കഴിയില്ല. മലയ്ക്ക് മുകളിൽ നിന്നാണ് പൊട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുക. അങ്ങോട്ട് കയറി പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇവിടെ ഈ ഭാഗത്ത്, ഈ പൊട്ടി വന്നിരിക്കുന്ന ഭാഗത്ത് ആ കാണുന്നത് പോലെ ഏലം നിന്നിരുന്നതാണ്. അത് മുഴുവൻ ഒലിച്ചു പോയിരിക്കുകയാണ് താഴത്തേക്ക്. ഏതാണ്ട് അവിടെ ഒരു പുതിയൊരു ചാല് രൂപപ്പെട്ട രീതിയിൽ തന്നെ മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ പാറക്കല്ലുകളും ഈ കൃഷിയിടത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ ഉടമ ബിജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാ ഇങ്ങനെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായെന്ന് അറിയുന്നു? മിനിയാന്ന് രാത്രിയിലെ മഴയ്ക്കാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അത് നമ്മൾ നേരം വെളുത്ത ഒരു 7 മണി ആയപ്പോഴാണ് ഇത് സംഭവം അറിയുന്നതും. ഇവിടെ എത്തിപ്പെടാൻ വഴിയും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം എല്ലാം പരിമിതമാണ്, കുറവാണ്. എത്ര സ്ഥലം ഒലിച്ചു പോയിട്ടുണ്ട്? നമുക്ക് ഒരു 1000 മൂട് ചെടി, നമ്മൾ ആദായം എടുക്കുന്ന 1000 മൂട് ചെടി ഇതിൽ ഒലിച്ചു പോയി. പാറയും മരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ കിടക്കുവാണ്. നമുക്ക് കൃഷി പോലും പിന്നീട് ചെയ്യാൻ പറ്റിയാത്ത അവസ്ഥയിലാണ്. ഇത്തരത്തിലുള്ള നിരവധി ഉരുൾപൊട്ടലുകൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാമാണ് ഇത്തരത്തിൽ വലിയ മലവെള്ളപ്പാച്ചിലിന് കാരണം എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഇവിടെ ഈ കർഷകനുണ്ടായിരിക്കുന്നത് വലിയ നഷ്ടമാണ്. 2 ഏക്കറോളം സ്ഥലം ഇത്തരത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. 3 വർഷം നട്ടു വളർത്തിയാൽ മാത്രമേ ഏലം വിളവെടുപ്പിന് പാകമാവൂ. അപ്പോൾ അത്രയും നാള് നട്ടുവളർത്തി വിളവെടുപ്പിന് പാകമായ ചെടികളാണ് ഒലിച്ചു പോയത്. അതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ച് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഇതേപോലെ സമീപ പ്രദേശത്തൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം. മലയ്ക്ക് മുകളിൽ നിന്ന് ഇത്തരത്തിൽ ഉരുൾപൊട്ടി വന്നിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം. ശൂലപ്പാറയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.